ഹലോ നമസ്കാരം. പൊന്നാക്കാരം ബ്ലോഗ്സിന്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്ന വിഷയം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മളെ ഷിയാബ് ചോറ്റൂർ, നമ്മളെ യൂട്യൂബ് ഹാജി എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ നമ്മളെ ഷിയാബ് ചോറ്റൂർ ഒരു സ്റ്റേജിൽ നിന്ന് കാണിച്ചു കൂട്ടിയ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഷിയാബ് ചോറ്റൂർ എന്ന് പറയുന്ന ഈ വ്യക്തിയെ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു. അദ്ദേഹം നടന്നു പോകുന്ന സമയത്ത് നമ്മളൊരുപാട് വീഡിയോകളൊക്കെ അദ്ദേഹം നടന്നു പോകുന്ന ആളുകൾ വിമർശിക്കുന്ന സമയത്ത് വരെ അന്ന് തന്നെ ഇദ്ദേഹം എന്താ പറയുക, ഹജ്ജ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു യൂട്യൂബ് ഹാജി ആവും, അല്ലെങ്കിൽ ഇയാൾ ഭയങ്കര സംഭവമാവും, അങ്ങനെ ആവും ഇങ്ങനെ ആവും എന്നൊക്കെ ഒരുപാട് കുറ്റം പറഞ്ഞിരുന്ന വീഡിയോകൾ പല ആളുകൾ ഇടുമ്പോഴും ഞാൻ അതിനെ നല്ലത് പറഞ്ഞിട്ട് മാത്രമാണ് ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് നമ്മുടെ ചാനൽ കയറി വെച്ചാൽ കാണാൻ പറ്റും ആ വീഡിയോകളൊക്കെ. പക്ഷെ ഇപ്പോൾ ഞാനിതുവരെ സത്യം പറഞ്ഞാൽ ഞാൻ അതിനതിന് ഒന്നും പറയാനില്ല, കാരണം നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. പക്ഷെ റീസെൻ്റ്ലി ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മളോട് ഇങ്ങനെ പറയണ്ടായി, നീ എന്തുകൊണ്ട് അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നില്ല, നീ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടതല്ലേ, അപ്പം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ നീ എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കും തോന്നി അത്. കാരണം അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തന്നെ നമ്മൾ പറയണം. അതിനി ഷിയാബ് ചോറ്റൂർ വന്നിട്ട് എന്ത് എക്സ്പ്ലനേഷൻ കൊടുത്താലും അതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ്, അതൊരിക്കലും തിരുത്താൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം പിന്നെ ഒരു സ്റ്റേജിൽ ഇരുന്നിട്ട് എന്താ പറയുക, ആളുകള് അദ്ദേഹത്തിന് ഷെയ്ക്കാൻ്റെ കൈ കൊടുക്കാൻ വരുമ്പോൾ അദ്ദേഹം പൈസ വാങ്ങിയിട്ട് ബക്കറ്റിലിടുന്ന ഒരു വീഡിയോ വന്നിരുന്നു. അതിന് അദ്ദേഹം പറഞ്ഞത് അത് മറ്റെന്താ പറയാ, എന്തോ ഒരു പള്ളിക്ക് വേണ്ടിയിട്ടാ, മദ്രസക്ക് വേണ്ടിയിട്ടാ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അതങ്ങനെ അങ്ങോട്ട് മൂടിപ്പോയി. അതൊന്നിട്ടാ. രണ്ടാമത് വന്നതാണ് ഇപ്പോൾ റീസെന്റ് വന്ന കാര്യമാണ് മൊബൈൽ വാരി വലിച്ചെറിഞ്ഞത്. അതിനൊരിക്കലും അവകാശമില്ല. അദ്ദേഹത്തിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറയാം, എന്റെ കൂടെ സെൽഫി എടുക്കരുത്, എനിക്കിഷ്ടമല്ല, തുറന്ന് പറയാലോ. ഒരാള് അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കിയ പൈസ, അല്ലെ അദ്ദേഹത്തിന്റെ ഫാദർ അല്ലെ ഉപ്പ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് മേടിച്ചു കൊടുത്തത്, അല്ലെങ്കിൽ അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് മേടിച്ചൊരു ഫോണ്, ആ ഫോണ് കൊണ്ട് ഫോട്ടോ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ, ഫോട്ടോ എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് പറയാ എനിക്ക് സെൽഫി എടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം പോവും. അതിന് പകരം അദ്ദേഹം ഫോൺ വാങ്ങി ഒറ്റ ഏറാ. അപ്പൊ ഇയാൾ എന്തുവാടെ ഇതൊക്കെ? അപ്പൊ എവിടെ എത്തിയ എന്തും നാടേ ഇത്? താങ്കളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ വരെ താങ്കളെ വെറുക്കുന്ന കാര്യങ്ങളാണ് താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ശരിയാണോ? ഞാനിപ്പോഴും പറയുന്നത്, അദ്ദേഹത്തിന് ഫോട്ടോ എടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം, എന്റെ കൂടെ സെൽഫി എടുക്കരുത്, സെൽഫി എടുക്കാൻ എനിക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് എന്റെ കൂടെ സെൽഫി എടുക്കരുത്, എൻ്റെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ബാക്കിലോട്ട് വരൂ, അല്ലെങ്കിൽ അപ്പുറത്തോട്ട് വരൂ, എന്നിട്ട് നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു ആ കാര്യം. അതിന് പകരം ആ പാപത്തിന്റെ ഫോൺ വാങ്ങി വലിച്ചെറിയുക എന്തെന്നാടേ? ഒരു ചെറിയ ഒരു 10 ആൾ അറിയപ്പെടുമ്പോഴത്തിന് ഇങ്ങനെയൊക്കെ ഭയങ്കര, ഇതൊക്കെ ഒരു ഷോ അല്ലേ? ഇതൊന്നും ശരിയുള്ള കാര്യങ്ങളല്ല, അങ്ങനൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനെതിരെ വന്നിട്ട് ന്യായീകരിച്ച് എന്താ പറയാ, വീണോടത്ത് കിടന്ന് ഊറിന്റെ മേനഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, എന്തിനാണ് ഇതിനൊക്കെ ആവശ്യം? ആദ്യം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുക, ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ ചെയ്യുന്നത് ചെയ്യാൻ പാടില്ല, ഒന്ന് ചിന്തിച്ചിട്ട് ഒന്ന് തിങ്ക് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്തൂടെ? ഇത് അപ്പോഴത്തെ ഷോക്ക് വേണ്ടിട്ട് കേറാ വലിച്ചെറിയ, ഞാൻ പറഞ്ഞില്ലേ, അതൊന്നും ശരിയല്ല. കാരണം താങ്കളെ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. കേരളത്തിൽ നിന്നൊന്നും താങ്കൾക്കൊരു സപ്പോർട്ടില്ല, താങ്കൾക്ക് തന്നെ അറിയാം. കേരളത്തിൽ നിന്ന് താങ്കൾക്കൊരു സപ്പോർട്ടില്ല. താങ്കളെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ യുപിയും പിന്നെ എന്താ പറയാ മറ്റേ പഞ്ചാബ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്, മറ്റേ കൊൽക്കത്ത അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള കുറച്ച് ആളുകളാണ് താങ്കളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ താങ്കൾ എന്തിനു വെറുപ്പിക്കുന്നു? താങ്കൾക്ക് ഇഷ്ടമല്ലാന്ന് പറയാം. മൊബൈൽ വാങ്ങി എന്തിനാണ് വലിച്ചെറിയുന്നത്? താങ്കൾ അവരെ വെറുപ്പിക്കുന്ന എന്തിനാ? താങ്കളെ ഇഷ്ടപ്പെടുന്നു, താങ്കൾ അവിടെ പ്രോഗ്രാമിന് വിളിക്കുന്നു, ഇനോഗ്രേഷന് വിളിക്കുന്നു. അപ്പൊ താങ്കൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കണ്ടേ?
അതാ ഞാൻ പറഞ്ഞത്, താങ്കൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ഫസ്റ്റ് തിങ്കിങ്, അല്ലാതെ ഇത് റീച്ചിന് വേണ്ടി ചെയ്തതാണോ അല്ലെങ്കിൽ എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. താങ്കൾ ചെയ്യുന്നത് താങ്കൾക്ക് ശരിയായെന്ന് തോന്നി ചെയ്യുമ്പോൾ മറ്റുള്ളവൻ അവിടെ അപമാനിക്കപ്പെടുകയാണ്. താങ്കൾ ഭയങ്കര ക്ലിയറാണ്, ഞാൻ എൻ്റെ കാരണം ഒരു മനുഷ്യനും വിഷമിക്കാൻ പാടില്ല, ഞാൻ ഒരു മനുഷ്യനിക്ക് ഒരു വേദന കൊടുക്കുന്ന ആളല്ല എന്ന് പറയുന്ന ആള് താങ്കളാണ് ഈ ചെയ്തത്. താങ്കൾക്ക് അവിടെ അത് ശരിയായിട്ട് തോന്നിയിട്ട് താങ്കൾ ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്കൾ അപ്പുറത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട്, അത് വിഷമം ഉണ്ടാവും എന്നും താങ്കൾ മനസ്സിലാക്കണ്ടേ. താങ്കളുടെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ പോരല്ലോ, മറ്റുള്ളവന്റെ ഇതും ചിന്തിക്കണം. അപ്പൊ സംഭവം എന്തായാലും അതൊരിക്കലും ശരിയാവാത്ത ഒരു കാര്യമായിരുന്നു. ഞാൻ വൈകിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ ചെയ്തിരിക്കുന്നത്, പക്ഷെ ഞാൻ വൈകിയാ ചെയ്തത്. ഞാൻ ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ട് ഇരുന്നതാണ്. കാരണം ചെയ്യേണ്ടത് ഞാനത് മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തിരുന്നതാണ്. പക്ഷെ അപ്പോഴാണ് നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നത്, പിന്നെ അദ്ദേഹം നടന്നു പോകുമ്പോൾ ഉണ്ടായിരുന്ന വീഡിയോകളൊക്കെ മുഴുവൻ എടുത്തിട്ട ആള് ഇപ്പൊ എന്തുകൊണ്ടത് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ശരിയാണല്ലോ, തെറ്റ് എന്ന് പറയുന്നത്, ശരി എന്ന് പറയുന്നോ. അദ്ദേഹം നടന്നു പോകുമ്പോൾ ഞാൻ പറഞ്ഞിരുന്ന കാര്യം എന്താണ്, അദ്ദേഹത്തിന്റെ ഒരു നിയ്യത്ത്, അദ്ദേഹം നടന്നു പോയിക്കോട്ടെ, അത് അദ്ദേഹവും അള്ളയും കൂടി ആയിക്കോട്ടെ, നിങ്ങൾ എന്തിനാ വിമർശിക്കുന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു 5-10 വീഡിയോ ഏകദേശം അത്ര ചെയ്തിട്ടുണ്ടാവും. കാരണം ഞാൻ പറഞ്ഞെന്താണ്, അത് അദ്ദേഹത്തിന്റെ ഒരു നിയ്യത്താണ്, നടന്നു പോകുന്നുള്ളത്. അദ്ദേഹം നടന്നു പോയിക്കോട്ടെ, അദ്ദേഹം അവിടെ എത്തട്ടെ, അദ്ദേഹത്തിന്റെ ആഗ്രഹം സഫലീകരിക്കട്ടെ. അത് കൂലി കൂടുതൽ കിട്ടുമോ അല്ലെ കൂലി കുറവ് കിട്ടുമോ, അതൊക്കെ അള്ളയും അദ്ദേഹം കൂടി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തതാണ്. അപ്പൊ ഈ വീഡിയോ ചെയ്തത് കൊണ്ടാണ് എന്നോട് ഇങ്ങനെ ചോദിക്കാണ്ടായ കാരണം. അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോ ഞാൻ വിചാരിച്ചു, കാരണം തെറ്റ് കണ്ട നമ്മൾ തെറ്റെന്ന് പറയണം, അപ്പൊ തീർച്ചയായും വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പൊ നിങ്ങളിപ്പോ കണ്ടില്ലേ, ഇവിടെ നീളം മൂപ്പര് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ഇതൊക്കെയാണ് ഷോ എന്ന് പറയുന്നത്. ഷോ ചെയ്യാൻ വേണ്ടി എന്താ ഇപ്പൊ ഇതിനൊക്കെ പറയാ, നമുക്കിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇത്രയാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള വിഷയങ്ങളുമായിട്ട് നമ്മൾ എപ്പോഴും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വിഷയങ്ങളുള്ള വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവരേക്ക് എത്തിക്കുക. നിങ്ങൾക്കും എന്തെങ്കിലും ഇതേപോലുള്ള വിഷയങ്ങളെ പറ്റി സംസാരിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അയച്ചു തരാം. അത് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ സാദിഖ് ബാബ ഒഫീഷ്യൽ എന്ന് അടിച്ചാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം കിട്ടും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു നല്ല മനോഹരമായ വീഡിയോ ആയിട്ട്, ഇതുപോലുള്ള ഒരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരോടും സ്നേഹം മാത്രം. ബൈ.